ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ വാട്സപ്പിൽ എങ്ങനെയാണ് രണ്ട് അക്കൗണ്ടുകൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു വാട്സപ്പിൽ തന്നെ രണ്ട് മൊബൈൽ നമ്പർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു പുതിയ അപ്ഡേറ്റിലൂടെ വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യമാണ്. വന്നിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇപ്പോഴാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പിൽ വന്നതിന് ശേഷം 3 ഡോട്ടുകൾ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ഇവിടെ കാണാൻ സാധിക്കും. അതിന് സൈഡ് ഭാഗത്തായിട്ട് ഒരു QR കോഡ് ഉണ്ട്. അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് അടിഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് അക്കൗണ്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന് താഴെയായിട്ട് ആഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരേ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഡുവലായിട്ടുള്ള അക്കൗണ്ടുകൾ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ വാട്സപ്പിലും പുതിയൊരു ഫീച്ചറാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഈ ആഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് വേറൊരു നമ്പർ കൂടി വാട്സപ്പിൽ ആഡ് ചെയ്ത് ആ നമ്പറിൽ കൂടി വാട്സപ്പ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അല്ലാതെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറൊരു മൊബൈലിൽ യൂസ് ചെയ്യുന്ന അക്കൗണ്ട് ഇതിലോട്ട് ലിങ്ക്ഡ് ഡിവൈസസ് യൂസ് ചെയ്തുകൊണ്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിനും സാധിക്കുന്ന രീതിയിലാണ് വാട്സപ്പ് പുതിയ ഓപ്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനായിട്ട് ആഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ ഇൻ്റർഫേസ് വീണ്ടും വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ആഡ് ആൻ അക്കൗണ്ട് എന്നുള്ളതിന് താഴെയായിട്ട് ഇംഗ്ലീഷ് സെലക്ട് ചെയ്തതിന് ശേഷം അഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കൺട്രി ചൂസ് ചെയ്യാൻ പറയും. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറയും. അതിനുശേഷം ആ മൊബൈൽ നമ്പറിലോട്ട് ഒരു കോഡ് ചെല്ലും. ആ കോഡ് എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ സെറ്റപ്പുകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഈ വാട്സപ്പിൽ തന്നെ മറ്റൊരു മൊബൈലിൽ യൂസ് ചെയ്യുന്ന വാട്സപ്പ് ലിങ്ക് എ ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. ലിങ്ക് ആസ് കമ്പാനിയൻ ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരു QR കോഡ് തെളിഞ്ഞു വരുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ നിലവിൽ ഇപ്പോൾ വാട്സപ്പ് ഏത് വാട്സപ്പാണോ ഇതിൽ കൊണ്ടുവരേണ്ടത് ആ വാട്സപ്പുള്ള മൊബൈലിലോട്ട് വരിക. മൊബൈലിലോട്ട് വന്നതിന് ശേഷം നിലവിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന വാട്സപ്പിലുള്ള മൊബൈലിലോട്ട് വന്നതിന് ശേഷം ആ വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക. വാട്സപ്പിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് സെറ്റിങ്സ് എന്ന് പറയുന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ലിങ്ക് ഡിവൈസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ലിങ്ക് ഡിവൈസസ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കുന്നതായിരിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു QR കോഡ് സ്കാനറാണ് വരുന്നത്. ആ QR കോഡ് സ്കാൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മൊബൈലിൽ ലോഗിൻ എന്ന് എഴുതി കാണിക്കും. അതേപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് അക്കൗണ്ട് ആഡ് ചെയ്യാനായിട്ട് നോക്കുന്ന ഡിവൈസിൽ ലോഡിങ് യുവർ ചാറ്റ്സ് എന്ന് എഴുതി കാണിക്കും. അപ്പോൾ അത് കംപ്ലീറ്റ് ആകുന്നതുവരെ ഇതിൽ നിന്ന് ബാക്ക് അടിക്കാതെ നിൽക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടുകൾ തമ്മിൽ ലിങ്ക് ആവുകയുള്ളൂ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ചാറ്റുകളെല്ലാം ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ അക്കൗണ്ടിലോട്ട് കയറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു പുതിയ ഓപ്ഷൻ വന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് നമ്മളിപ്പോൾ 2 അക്കൗണ്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അക്കൗണ്ടിൽ നിന്ന് മറ്റേ അക്കൗണ്ടിലോട്ട് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വിച്ച് അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ അക്കൗണ്ടിലോട്ട് ഓട്ടോമാറ്റിക്കലി പോകുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിലോട്ട് വാട്സപ്പ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിങ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈലിന് സൈഡ് ഭാഗത്ത് കാണുന്ന ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും 2 അക്കൗണ്ടുകൾ ഇവിടെ ആഡ് ആയതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ നമ്പറുകളും അവിടെ കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ പുതിയതായിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഒരു അക്കൗണ്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു അക്കൗണ്ടിൻ്റെ ലിങ്ക് ഡിവൈസസ് യൂസ് ചെയ്തുകൊണ്ടുള്ള അക്കൗണ്ടും ആഡ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതേപോലെ തന്നെ അക്കൗണ്ട് സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് അക്കൗണ്ടാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് അക്കൗണ്ടാണോ അതിലോട്ട് മാറ്റിയിടാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ അക്കൗണ്ട് ആഡ് ചെയ്തതിന് ശേഷം ആ അക്കൗണ്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിങ്സ് എന്ന് പറയുന്ന ഭാഗത്ത് വന്നതിന് ശേഷം അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്ത് വരുമ്പോൾ റിമൂവ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് ഫ്രം ദിസ് ഡിവൈസ് എന്നതിന് ശേഷം നിങ്ങളുടെ വാട്സപ്പ് നമ്പർ അടിഭാഗത്ത് കാണാം. അതിന് താഴെയായിട്ട് റിമൂവ് അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിലാണ് നിങ്ങളുടെ ഒരു വാട്സപ്പിൽ തന്നെ ഒന്നിലധികമുള്ള അക്കൗണ്ടുകൾ യൂസ് ചെയ്യുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതേപോലത്തെ വീഡിയോകൾക്കായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.